ഹലോ, ഞാൻ റിനി ജോർജ്, സൈക്കോസോഷ്യൽ സ്കൂൾ കൗൺസിലർ ആൻഡ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. പലപ്പോഴും കുഞ്ഞുങ്ങൾ ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. കുട്ടികളെ ബോധവൽക്കരിക്കാൻ നമുക്ക് കഴിയാത്തതിലാണ്. മാതാപിതാക്കൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികളെ ലൈംഗിക അതിക്രമത്തിന് രക്ഷിക്കാൻ കഴിയും. 4 വയസ്സ് മുതൽ കുട്ടികൾക്ക് അതിനുള്ള ഒരു ബോധവൽക്കരണം വീട്ടിൽ തന്നെ കൊടുക്കുക. ഒരു പാവയുണ്ടെങ്കിൽ, ഇതുപോലെ ഒരു ത്രികോണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികളെ പെട്ടെന്ന് മനസ്സിലാക്കിപ്പിക്കാൻ സാധിക്കും. അവർക്ക് ഒരു സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള പ്രായമാവാത്തത് കാരണം നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ടെക്നിക്കിലൂടെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഇന്ന് ഞാൻ എൻ്റെ കൂടെ ഒരു പാവയെ കൊണ്ടുവന്നു. ഇനി അഥവാ പാവ വീട്ടിലില്ലാത്തവരാണ് എന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വീഡിയോ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക. ഹലോ, കിറ്റിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഈ കിറ്റി കുഞ്ഞുങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. കിറ്റിയുടെ ചില ശരീരഭാഗങ്ങൾ തൊടുന്നത് താല്പര്യമില്ല. അത് ഈ ത്രികോണത്തിന്റെ രൂപത്തിൽ ഇരിക്കുന്ന മറച്ചു വെച്ചിരിക്കുന്ന ഭാഗങ്ങളിലാണ് കിറ്റിക്ക് താല്പര്യമില്ലാത്തത്. അത് കുട്ടികൾക്കും താല്പര്യപ്പെടരുത്. അതുപോലെ തന്നെ കിറ്റിക്ക് പുറകോശവും ഇതേ കണക്ക് ത്രികോണം മറച്ചു വെച്ചിരിക്കുന്ന ഭാഗമാണ്. ആരും തുടരുത്. ആ ഭാഗത്ത് ആരും തുടരുത്. അപ്പോൾ ഈ ത്രികോണം മറച്ചു വെച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന എന്തൊക്കെയാണ്? ചുണ്ട്, കഴുത്ത്, നെഞ്ച്, വയറ്, കാലുകൾക്കിടയിൽ, ഇത്രയും ഭാഗത്ത് പുറകോശത്ത് ത്രികോണം മറച്ചു വെക്കുമ്പോൾ കാണാൻ കഴിയുന്നത് തലയുടെ പുറകുവശം, കഴുത്ത്, മുതുക്, നടുവ് ഭാഗം, വട്ടക്സ്, പിൻഭാഗം. ഇത്രയും ഭാഗത്ത് നമ്മൾ ആരും തന്നെ തുടരുത് എന്ന് പറയും. ഇനി അഥവാ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഓടിപ്പോയി ആരുടെ പറയണം? നമുക്ക് ഏറ്റവും വിശ്വസ്തതയുള്ള ആരുടെയെങ്കിലും പറയുക. അത് അച്ഛനാവട്ടെ, അമ്മയാവട്ടെ, നിങ്ങൾക്ക് ആരാണോ വിശ്വാസം അവരുടെ പോയി പറയുക. മാതാപിതാക്കൾക്ക് പ്രത്യേകതയായിട്ട് ഒരു കാര്യം പറഞ്ഞു തരാനുണ്ട്. നമ്മൾ കുട്ടികളോട് പറയാണ്ട് ആ അങ്കിളല്ലേ കുഴപ്പമില്ല, അത് ആ ആൻറ്റിയല്ലേ പ്രശ്നമില്ല, അല്ലെങ്കിൽ അത് അണ്ണനല്ലേ, അത് ചേട്ടനല്ലേ എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും കുട്ടികളെ ഒഴിവാക്കാറുണ്ട്. അത് പിന്നെ ആരായാലും ശരി. കുഞ്ഞുങ്ങളെ, നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, അത് നിങ്ങളുടെ അമ്മയ്ക്ക് കുളിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സാമീപ്യത്തോട് ഒരു ഡോക്ടറിനോ മാത്രമേ നിങ്ങളുടെ ഈ ഭാഗങ്ങളിൽ തൊടാൻ കഴിയൂ. വേറെ ആര് തന്നെ തൊട്ടാലും അത് വിശ്വസ്തയുള്ള ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ഇങ്ങനെ നമ്മളെ കുട്ടികളെ ബോധവാന്മാരാക്കിയാൽ അവരുടെ അദൃശ്യം അവരുടെ മനസ്സിലിരിക്കുകയും തീർച്ചയായിട്ടും അവർ ലൈംഗികാതിക്രമണത്തിന് ഇരയാവാതിരിക്കുകയും കുട്ടികൾ ഇക്കാര്യത്തെക്കുറിച്ച് ബോധവാന്മാരല്ല എന്നുള്ളതാണ് അവർ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടാനുള്ള കാരണം. എല്ലാ മാതാപിതാക്കളും ഇത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമെന്നാണ് വിചാരിക്കുന്നത്. നമസ്കാരം.